അന്നത്തെ ടൈമിൽ വായിലെ നാവിനാ വില, വാക്കിന് പൈസക്കല്ല വില. നമ്മളെ നാട്ടിൽ പോകുന്ന മാതിരി പോവുക, ദുബൈയിൽ ഇറങ്ങുക, കോർപ്പക്കാരൻ അവിടെ അബ്ദുള്ള അറബ് എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും, അവിടെ എല്ലാവർക്കും സാധനം കൊടുക്കുക. അവിടെ അൽമുല്ല കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ദുബൈയിൽ നിന്നൊരു ഗോൾഡിന്റെ പണിയും വാച്ചിന്റെ പണിയും തുണീന്റെ പണിയും എല്ലാം 2ാം നമ്പറും ചെയ്ത് തിരിച്ചു പോട്ട് പോകാൻ പാസ്പോർട്ടിലെ ദുബൈയിൽ കക്കൂലില്ലായിരുന്നു. അറബികളും പൂരാൻ കടപ്പുറത്താ വരുത്തി. ആ കാലത്ത് ഈ വാച്ച് കാണിച്ചിട്ട് പറഞ്ഞു ആ കാലഘട്ടത്തിൽ നിങ്ങളെ കയ്യിലുള്ള റേഡോ വാച്ച്. ആ കാലഘട്ടത്തില് പല വാച്ചുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഹോൾസെയിലായിട്ട് വാച്ച് അവിടുന്ന് കൊണ്ടുവരും. റാഡോ വാച്ച് എന്ന് വെച്ചാൽ 2000-3000 രൂപേൻ്റെതായിരുന്നു. പിന്നെ ജിഞ്ചർ വന്നത് 6000 രൂപയ്ക്കായിരുന്നു. അങ്ങനെ ഫസ്റ്റ് നിങ്ങൾ പരിചയപ്പെടുന്ന മുതലിയാറാണ് ഭരതഭായ് മുതലിയാർ. ആ ആള് തമിഴ് ആളായിരുന്നു. അയാൾ തമിഴായിരുന്നു. അയാൾ ഒരു കൂട്ടുകാരനായിരുന്നു, ഹാജി മസ്താൻ മിർജ. സ്വർണത്തിന് എന്ത് വിലയായിരുന്നു, ദുബായിൽ പോയിട്ട് സ്മഗിൾ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, ബോംബെന്റെ സ്മഗ്ലിങ്ങിന്റെ സിസ്റ്റം എന്താണ്, ആ ദമൻ എന്ന് പറഞ്ഞാൽ ഗോവ ഡമ്മൻ ഡ്യൂ ആയിരുന്നു അന്ന് ദമ്മൻ പോർച്ചുഗീസിന്റെ ടൈം. 1962 ദമ്മൻ ആജാദായത്. അന്ന് ഉരുവില് വരിക, ബോട്ടിൽ വരിക എന്നൊക്കെ പറയുന്നത് ദുബായിൽ നിന്നും 15 ദിവസം പിടിക്കുന്നു ബോട്ടിൽ അന്ന് ദുബൈയിലെത്തുന്നത്. നിങ്ങൾ പോയി വന്നിട്ടുണ്ട്? പോയി വന്നിട്ടുണ്ട്. ചിലർ അന്നത്തെ കാലം നടന്ന് മുംബൈയിൽ വന്ന ആൾക്കാരും ഉണ്ട്. നടന്നിട്ട് ഒരാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് അന്ന് എത്തുക ബോംബെയിലേക്ക്. ഒരു കൂടെ നിന്നിട്ട് ഓക്കി ടോക്കി തരൂ. 200 കിലോമീറ്ററിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും ആളിറങ്ങുന്നുണ്ട്. ആ കാലത്ത് അത് ഫോണൊന്നുമല്ല ഉപയോഗിക്കാം. പണ്ട് നിങ്ങൾ ബോംബെയില് ദാദാഗിരി, കുറച്ചൊക്കെ ഗുണ്ടായിസം എല്ലാ ഗാങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ അതിനെ പുതിയ കാലഘട്ടത്തിന്റെ ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. മുതലാളി രാത്രി കുടിച്ച് കിടക്കുന്ന ടൈമിൽ മുതലാളിന്റെ ഷർട്ടും പൈസയും 10-100 രൂപ എടുത്തിട്ട് ഞാൻ ഓടി മുംബൈയിലേക്ക്. ശരിയായ സംഗതിയായത് 1975-70 കാലഘട്ടത്തിലെ സ്മഗ്ലിംഗ് നിങ്ങൾ കേട്ട കഥ, അത് ചെയ്ത ആള് ചെയ്ത രീതി യഥാർത്ഥമായിട്ട് നമ്മളോട് പറഞ്ഞാലോ. അതേപോലെ ഇന്ന് നമ്മൾ GSM എന്ന് പറഞ്ഞ് നമ്മളെ മൊബൈലിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത്, ആ കാലഘട്ടത്തിൽ റേഡിയോ ആക്റ്റീവിൻ്റെ ഇതിലൂടെ ഒരു വാക്ക് ടോക്കിയിൽ 100ഓളം കിലോമീറ്റർ ഇവർ സംസാരിച്ചിരുന്നു. ഗവൺമെൻറ്റിൻ്റെ തല അല്ലാതെ സ്മഗ്ലിംഗ് യൂണിറ്റ് ചെയ്ത ആൾക്കാർ ഇത്തരം സാമഗ്രികൾ വെച്ചിട്ടും കൂടിയാണ് അവരന്ന് സ്മഗ്ലിംഗ് ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അല്ല കേൾക്കാൻ കഴിയാണ് ആ ചരിത്രങ്ങൾ. സ്വർണത്തിന് എന്ത് വിലയായിരുന്നു, ദുബായിൽ പോയിട്ട് സ്മഗിൾ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, ബോംബെൻ്റെ സ്മഗ്ലിങ്ങിൻ്റെ സിസ്റ്റം എന്താണ്, ആ കാലഘട്ടത്തിൽ നമ്മൾ അറിയപ്പെട്ട കരീം ലാല, ഹാജി മസ്താന്, അങ്ങനത്തെ ദാവൂദ് ഇബ്രാഹിം എന്ന ആൾക്കാരൊക്കെ ഏത് രീതിയിലാണ് സ്മഗ്ലിങ് നമ്മൾ കേട്ടതും സിനിമയിൽ കണ്ടതും തന്നെയാണോ, അതല്ലെങ്കിൽ ഏത് രീതിയിലാണെന്നുള്ളത് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ നമ്മളോട് പറയുന്നത് കേൾക്കുമ്പം ഒരു പ്രത്യേക അനുഭവം തന്നെ ഉണ്ടാവും കേട്ടോ. ഇന്ന് നമ്മളെ നാട്ടിൽ നമ്മൾ പഴയ കഥകൾ കേൾക്കുന്നുണ്ടാവും ഗ്യാങ് ലീഡറിൽ നിന്ന്. അങ്ങനെ ഒരു സിസ്റ്റം ഇന്ന് നമ്മളെ നാട്ടിലേ ഇല്ല, എവിടെയില്ല. അപ്പോൾ ഈ കേരളത്തിൽ തന്നെ വന്ന് സെറ്റിലായി പഴയ കഥകളും ഓർമ്മകളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന രാമേട്ടൻ എന്ന് ഞാനും നമ്മളെ നാട്ടിലുള്ളവരും വിളിക്കുന്ന, എന്നാൽ ബോംബെയിലെ പഴയ അധോ ലോകത്തിൽ രാംബായ് എന്നറിയപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹവുമായിട്ടുള്ള നേരിട്ടുള്ള ഇൻ്റർവ്യൂ, ഒരു മറയില്ലാതെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രധാന ഇൻ്റർവ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. हाय रमेटा, कैसे हैं आप? അങ്ങനെ നമ്മൾ തേടുന്ന ആൾ അയാളെ തിരഞ്ഞ് ഞാനിതാ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ട്രെയിനിതാ അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 2 ദിവസത്തെ ട്രെയിൻ യാത്ര കേരളത്തിൽ നിന്ന്. ബാലേശ്വർ എന്ന് പറഞ്ഞ ഒറീസയിലെ ഗ്രാമം പോലത്തെ ഒറീസയിലെ ഒരു സ്ഥലത്താണ്
അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനുള്ളത്. അപ്പം നമ്മൾ അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുകയാണ് നമ്മൾ പറയുന്നത്. നമ്മളെ പ്രധാന കഥാപാത്രമായ രാമേന്ദ്രനെ കാണാൻ എത്തുകയാണ്. യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ എന്നാലും ആങ്സൈറ്റിങ്ങനെ ആളെ കാണാനുള്ള ഒരു ആഗ്രഹമാണ്. അദ്ദേഹത്തിനെ കണ്ടിട്ട് നമുക്ക് എല്ലാ വിവരങ്ങളും അറിയണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അറിയാൻ കിടക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയ ഒരു വലിയ മനുഷ്യനാണ്, വലിയ അനുഭവത്തിൻ്റെ ഒരു കാലത്തിൻ്റെ ആളാണ്. അപ്പം ആ കാഴ്ചയിലേക്കൊക്കെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ഞാനിവിടെ എത്തി ബാലാസർ. ആരെ കാണാൻ? നമ്മളെ രാമേട്ടനെ കാണാൻ. അതായത് ബോംബെക്കാരെ ആ കാലഘട്ടത്തെ വിറപ്പിച്ച ദാവൂദിൻ്റെ കൂടെയും ഛോട്ടാരാജൻ്റെ കൂടെയും അങ്ങനെ പല കണക്ഷൻസുള്ള എല്ലാം നമ്മൾ കേൾക്കാൻ പോവാണ്. ആ ആള് ഇന്ന് വയസ്സ് 76. ഇപ്പോഴും നിൽക്കുന്നത് എവിടെയാണ്? പുതിയ കാലഘട്ടത്തെ പുതിയ ദാദാഗിരി എന്ന് പറയുന്ന രീതിയിൽ, അതായത് കോംപ്രമൈസ്, പിന്നെ എന്താ പറയുക, പല സർവീസുകൾ ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ പുതിയ കാലഘട്ടത്തിലേക്ക് നിൽക്കുന്ന നമ്മളെ രാമേട്ടനെ ബോംബെക്കാരെ പഴയ രാമേട്ടൻ്റെ കാഴ്ചയിലേക്കാണ് പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന ഓഫീസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആ ഓഫീസിൽ നിന്നായിരിക്കും പുള്ളീനോട് പുള്ളീൻ്റെ കാഴ്ചകളും കഥകളും ഒക്കെ ചോദിക്കാൻ പോകുന്നത്. ഇവിടെ ഞാനിതാ ഇതിലൂടെ നടന്നു വന്ന മൂപ്പരെ ഓഫീസിൻ്റെ സ്ഥലം കേട്ടോ. ഇവിടെയാണ് താമസം. അപ്പം താമസത്തോടൊപ്പം തന്നെയാണ് ഇപ്പോഴത്തെ ഓഫീസ്. പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾക്കാരും കാണാൻ വരുന്ന ഓഫീസാണ്. അപ്പം നമ്മൾ രാമേട്ടനെ കാണാൻ. ഹായ് രാമേട്ടാ, कैसे आप? ओके कैसे ठीक है? एकदम वेरी गुड. ഓക്കെ. അപ്പം നമ്മൾ മലയാളത്തിൽ സംസാരിച്ചാലും കുറേയൊക്കെ ഹിന്ദിയായി പോകും രാമേട്ടന്. എത്രയോ വർഷങ്ങളുടെ അല്ലേ രാമേട്ടാ? അപ്പം ഞാൻ നിങ്ങളെ പറ്റി കേട്ടറിഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോഴും ഈ വയസ്സിലും നിങ്ങൾ ഇപ്പോഴുള്ള സ്ഥലമല്ലേ ഈ ബാലാസോർ? പണ്ട് മുതലേ ഇവിടെ കണക്ഷൻസ് ഉള്ളതാണ് ആ സമയത്തല്ലേ? ഇപ്പം ഇവിടെ ഇന്ത്യന്റെ സെൻട്രൽ ഭാഗം ആയതുകൊണ്ട് ഇവിടെ നിന്നാണ്. ഡൽഹിയിലേക്ക് പോകാൻ എവിടേക്ക് പോകണമെങ്കിലും ഇവിടെ നിന്ന് പോകാൻ പറ്റും. ദില്ലി, കേരള, എവിടെ വേണമെങ്കിലും വിടും. എന്താണോ ആവശ്യം അപ്പം വിടും. ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ്, ട്രെയിൻ ആണെങ്കിൽ ട്രെയിൻ. അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടിയായിട്ട് കൂട്ടാൻ വരും, അതിൽ പോകും. അപ്പൊ അതാണ് നമ്മൾ രാമേട്ടന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കട്ടോ. അപ്പൊ രാമേട്ടാ, അങ്ങനെ നിങ്ങളെ കാണാനായിട്ട് ഞാൻ വന്നതാണ്. നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടണം എന്നുള്ളത് നിങ്ങളെ കഥകളൊക്കെ കേട്ട് കുറേ നിങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ഇന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക് നിങ്ങളെ പഴയ കാലത്തിൻ്റെ കഥകൾ അറിയാൻ ഭയങ്കര താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. പല പ്രോബ്ലങ്ങളിലും പല ഇഷ്യൂകളിലും ഒക്കെ പെട്ട ആളാണ് നിങ്ങൾ ജീവിതത്തിൽ. അതിനെല്ലാം പല പ്രശ്നങ്ങളില്ലേ, മരണത്തിനെ മുഖാമുഖം, കേസുകള്, പ്രോബ്ലംസ് അല്ലേ, പ്രോബ്ലം അതൊക്കെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്തു. സാധാരണഗതിയിൽ ഇങ്ങനെ ജീവിച്ച ആൾക്കാർക്ക് കുടുംബജീവിതത്തിൽ ഭയങ്കര പ്രോബ്ലംസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളെ കുടുംബജീവിതത്തിൽ എനിക്കറിയാൻ കഴിഞ്ഞത്, ഞാൻ അങ്ങനെ നിങ്ങളെ പരിചയപ്പെടുന്നത്, നിങ്ങളെ കുടുംബജീവിതത്തിൽ എല്ലാം സെറ്റപ്പാണ്, നല്ല വഴിക്കാണ്. അതൊക്കെ നടന്നിട്ടും ഉണ്ട് അതിന്റെ കൂടെ എന്നുള്ളതാണ് അതിന്റെ രസം. കഷ്ടപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ പലതും വന്നിട്ടുണ്ട്, എല്ലാം സഹിച്ചിട്ട് എല്ലാവരും ബൈക്കായാലും അതെ അതെ അതെ, അത് സെറ്റ് ആവുക എന്നുള്ളതാണ് നിങ്ങളെ ഏറ്റവും വലിയ. പണ്ട് നിങ്ങൾ ബോംബെയില് ദാദാഗിരി, കുറച്ചൊക്കെ ഗുണ്ടായിസം, എല്ലാ ഗാങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ അതിനെ പുതിയ കാലഘട്ടത്തിന്റെ ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. എന്താ സംഭവം അറിയോ? എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇടപെട്ട് സോൾവ് ചെയ്യും. അന്നൊക്കെ ഞെട്ടിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ഒക്കെ ആയിരുന്നു അന്നത്തെ സിസ്റ്റം. ഇന്ന് ഇരുന്ന് സോൾവ് ചെയ്യും. അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, കോണ്ടാക്ട്സ് ഉണ്ട്, ബന്ധങ്ങളുണ്ട്.
അത് ഉപയോഗിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പഴയ സിസ്റ്റത്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? രാമേട്ടാ, ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കും. അപ്പൊ രാമേട്ടന് അതിൽ വേറെ ഒന്നും തോന്നരുത്. കാരണം എനിക്ക് അതിനോടുള്ള ഇഷ്ടം കുറെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ബോംബെ ജീവിതത്തിലെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. കുറെ മലയാളികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ബോംബെയിൽ ആ കാലഘട്ടത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിൽ അതിൽ ഒരാളാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങളെ നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ അതിശയങ്ങൾ വരുന്നത്. ഇന്നും അത് വേറൊരു രീതിയിൽ അതേ ജീവിത രീതി ഈ 76-ാം വയസ്സിലും നിങ്ങളൊരു യുവാവിനെ പോലെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്കെല്ലാം സിമ്പിൾ അല്ലേ? സിമ്പിൾ തന്നെ ജീവിതം. അതെ, എന്ത് വേണമെങ്കിലും നമ്മൾ തരണം ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങള് ശരിക്ക് കേരളത്തിൽ കോഴിക്കോട്ടുകാരനാണോ? കോഴിക്കോട്ടുകാരൻ. വടകരയായിരുന്നു അമ്മേന്റെ വീട്. അന്നതിന് ശേഷം വടകര സ്കൂളിൽ പഠിച്ചതിന് ശേഷം കോഴിക്കോട് വന്നതാ. അതെ അതെ. ഓക്കെ, അച്ഛൻ മിലിറ്ററി മിലിറ്ററിയിലായിരുന്നു. അതെ അതെ അതെ. അങ്ങനെ അച്ഛൻ പെൻഷനായി വന്നപ്പോൾ അച്ഛന്റെ തറവാട്ടിലേക്ക് ഞങ്ങൾ വന്നു. അതെ. അവിടെ വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞാൻ രാജ്യം വിട്ടു. രാജ്യം വിടാതെ നാട് വിട്ടു. എവിടേക്കാണ് പോയത്? ഫസ്റ്റില് പോയത് കള്ള ട്രെയിന് പിടിച്ച് മംഗലാപുരത്തെത്തി. ഏത് കൊല്ലത്തില്? 1964. ഓക്കെ, അന്നൊന്നും നമ്മുടെ ഇന്ത്യയിൽ എല്ലാ സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അന്ന് തീവണ്ടി. എത്ര വയസ്സ്? എനിക്ക് അന്ന് 14-ാമത്തെ വയസ്സ്. ഇന്ന് എനിക്ക് 75 കഴിയുന്നു. 14-ാമത്തെ വയസ്സിൽ ആ കാലഘട്ടത്തില് നിങ്ങള് എങ്ങനെ ട്രെയിനിൽ കയറി? മംഗലാപുരത്ത് പോയി. താജ് ടൈൽ വർക്ക് എന്ന് പറഞ്ഞ വോട്ട് കമ്പനി ഉണ്ടായിരുന്നു. അവിടെ പോയി നോക്കി, അവിടെ പണിയൊന്നും ശരിയായില്ല. അങ്ങനെ അവിടുന്ന് നേരം 14-ാം വയസ്സിൽ പണി നോക്കി പോവുക. അങ്ങനെ പിന്നെ ബാംഗ്ലൂരിലെത്തി. അന്ന് നാട് വിടൽ ഒരു ജോലിയായിരുന്നു. കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? ചെയ്യാറുണ്ട്. ചിലർ അന്നത്തെ കാലം നടന്ന് ബോംബെയിൽ വന്ന ആൾക്കാരും ഉണ്ട്. നടന്നിട്ട് ഒരാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് അന്ന് എത്തുക ബോംബെയിലേക്ക്. അന്ന് ഇത്ര റോഡ് മാർഗങ്ങളൊന്നും അപ്പൊ ബോംബെയില് വരണമെങ്കില് പിന്നെ മറ്റേ പുകയുള്ള ട്രെയിനായിരുന്നു, കൽക്കരി. അങ്ങനെ ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ഒരു 3 മാസം ഒരു ഹോട്ടലിൽ പണിയെടുത്തതിന് ശേഷം മുതലാളി ശമ്പളം ഒന്നും തരൂല്ല. എന്നാൽ രാത്രി ഇരുന്നിട്ട് മസാല ദോശക്കും ഇഡ്ലിക്കെല്ലാം ആരംഭിക്കും. അന്ന് കുരുത്തക്കേടുണ്ടായിരുന്നു, കച്ചറ ഉണ്ടാക്കുക. മുതലാളിയായിട്ട് കച്ചറ ഉണ്ടാക്കി മുതലാളിനെ പിടിച്ച് അടിച്ച് അവിടുന്ന് മുതലാളിനെ പൊടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ മുതലാളി രാത്രി കുടിച്ച് കിടക്കുന്ന ടൈമിൽ മുതലാളിന്റെ ഷർട്ടും പൈസയും 10-100 രൂപ എടുത്തിട്ട് ഞാൻ ഓടി ബോംബെയിലേക്ക്. ശരിയായ സംഗതിയായത് ബോംബെയിലേക്ക്. അങ്ങനെ ബോംബെയിലെത്തി. അതാണ് നിങ്ങളെ ലോകം. ലോകത്തിലെത്തിയപ്പോൾ കുറച്ച് ദിവസം അവിടെയുള്ള മലയാളക്കാരായിട്ട് സ്നേഹം കെട്ടി കുറച്ച് കടലേൻ്റെ വണ്ടിയിൽ കടല പറക്കുന്ന വണ്ടി, ഒരു ഗുലുകുല വെക്കുന്ന വണ്ടി, ഇങ്ങനെ എല്ലാവരോടും കൂടി സമ്പർക്കത്തിലായി. അങ്ങനെ ആയത് ഞാൻ ഭരതഭായ് മുതലയാറായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ബോംബെ ഇഷ്ടപ്പെട്ടു. കഷ്ടപ്പാടൊന്നും പിന്നെ തോന്നിയില്ല. പരിചയങ്ങളായി. ഭാഷ പഠിച്ചുകൊണ്ടിരിക്കും. ഭാഷ അങ്ങനെയും കുറച്ച് അറിയായിരുന്നു. അതെ, ആ കാലഘട്ടത്തിൽ അങ്ങനെ ഫസ്റ്റ് നിങ്ങൾ പരിചയപ്പെടുന്ന മുതലിയാറാണ്. ഭരതഭായ് മുതലിയാർ. ആ ആള് തമിഴ് ആളായിരുന്നു. അയാൾ തമിഴായിരുന്നു. അയാളൊരു കൂട്ടുകാരനായിരുന്നു, ആജി മസ്താൻ മിർജ. അന്ന് മസ്താനായിരുന്നു. നമ്മള് ആര്യൻ സിനിമയിലൊക്കെ കണ്ട ആജി മസ്താൻ. ആദ്യം അന്നതിന് ശേഷം അവിടുന്ന് കരീംലാലായിട്ട് പരിചയമായി. അങ്ങനെ 2-ാം നമ്പറിൽ എല്ലാം പെട്ട് യൂസുഫ് പട്ടേലായിട്ട് പരിചയമായി. അങ്ങനെ ദമ്മന്ന് 2-ാം നമ്പറിലായിട്ട് ദുബൈയിലേക്ക് എത്തി. ദുബൈയിൽ നിന്നൊരു ഗോൾഡിന്റെ പണിയും വാച്ചിന്റെ പണിയും തുണീന്റെ പണിയും എല്ലാം 2-ാം നമ്പറും ചെയ്ത്. ആ കാലഘട്ടത്തിൽ ബോംബെയിൽ എല്ലാവരും അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. അന്ന് ഉരുവില് വരിക, ബോട്ടിൽ വരിക എന്നൊക്കെ പറയുന്നത്. ദുബായിൽ 15 ദിവസം പിടിക്കുന്നു ബോട്ടിൽ. അന്ന് ദുബൈയിലെത്തണം. നിങ്ങൾ പോയി വന്നിട്ടുണ്ട്? പോയി വന്നിട്ടുണ്ട്. 5-8 പ്രാവശ്യം പോയി വന്നിട്ടുണ്ട്. മാസം 1.25 മാസം കൊണ്ടാണ് നമ്മൾ അവിടുന്ന് സാധനം കൊണ്ട് തിരിച്ചെത്തി. ആ പോക്ക് നിങ്ങൾക്ക് പാസ്പോർട്ടിന്റെ ഒക്കെ ആവശ്യം വരാം? ഒരു ആവശ്യമില്ല. നമ്മളെ നാട്ടിൽ പോകുന്ന മാതിരി പോവുക, ദുബൈയിൽ ഇറങ്ങുക. തോർപ്പക്കാരൻ അവിടെ അബ്ദുള്ള അറബ് എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. അവിടെ എല്ലാവർക്കും സാധനം കൊടുക്കുക. അവിടെ അൽമുല്ല കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അതെല്ലാം വലിയ സ്മഗ്ലർ കമ്പനി ഉണ്ടാണ്. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവർ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം തരും. തിരിച്ചു പോട്ട് പോകാൻ. അങ്ങനെ പാസ്പോർട്ടിലെ ദുബൈയിൽ കക്കൂസില്ലായിരുന്നു. അറബികളും തൂറാൻ കടപ്പുറത്താ വരുത്തി ആ കാലത്ത്.
നിങ്ങൾ ഈ ഗോർഫുഖാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അറബികൾ കടപ്പുറത്ത് ടൂറിലൊക്കെ വരും. അത് അടിപൊളി. ഞാൻ ആദ്യമായിട്ടൊക്കെ ഗോർഫുഖാനില് പണ്ട് വന്ന് ഇറങ്ങലുണ്ടെന്ന് പറയും. നമ്മളെ ഗഫൂർ ഖാൻ ദോസ്ത് സിനിമ ഉണ്ടല്ലോ, മറ്റേ മമ്മൂക്കേന്റെ മോഹൻലാലിനെയും ശ്രീനിവാസനെയും കൊണ്ട് ഇറക്കുന്നേ, അത് അതേപോലെ അത് ഉള്ളതൊക്കെ തന്നെ അല്ലേ കുറെയൊക്കെ? അതെല്ലാം 100% ഉള്ളതാണ്. അന്നെല്ലാം അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ കാലഘട്ടത്തിൽ ദുബായിൽ വന്നിട്ട് സ്മഗിൾ ചെയ്യും. നിങ്ങള് നേരത്തെ ഞാൻ സംസാരിച്ചപ്പോ നിങ്ങൾ ഈ വാച്ച് കാണിച്ചിട്ട് പറഞ്ഞു ആ കാലഘട്ടത്തിൽ നിങ്ങളെ കയ്യിലുള്ള റേഡോ വാച്ചാണ്. ആ കാലഘട്ടത്തില് പല വാച്ചുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഹോൾസെയിലായിട്ട് വാച്ച് അവിടുന്ന് കൊണ്ടുവരും. റേഡോ വാച്ചുകൾ. വാച്ചുകൾ അല്ല, ഈ ദുബായിൽ പോയി വരുന്നത് നിങ്ങൾ ഇങ്ങേക്ക് വേണ്ടി തന്നെ വാങ്ങി വരുത്താണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പാർട്ടികളെ യൂസുഫ് പട്ടേലിന്റെ ഗഡീന്റെ അധികം പണിയെടുക്കുക യൂസുഫ് പട്ടേലാണ്. അപ്പൊ തായർ മൊയ്തീൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ദുബൈയിലുള്ള റാഡോർ സിറ്റിസൺസ് സിക്കോ 5ന്റെ ഏജൻസി. തായർ മൊയ്തീൻ മലയാളിയാ? അല്ലല്ല, തായർ മൊയ്തീൻ അവിടെ ഉള്ളതാണ്. പാകിസ്ഥാനിയാണ്. പക്ഷെ അവിടെയാണ് ദുബൈയിൽ. അവിടെ ദുബൈയിൽ അവരെ കൂടിയായിരുന്നു ഈ സാധനമെല്ലാം കയറ്റി കൊണ്ടുവരിക, ഇന്ത്യയിലേക്ക് എത്തുക. അപ്പോൾ അന്നത്തെ ടൈമിൽ 2 റുപ്യ വെച്ചിട്ടാണ് ഈ കച്ചവടം ഹോൾസെയിലിൽ പോവുക ഷൊക്ലാജ് സ്റ്റേറ്റിലേക്ക്. ഒരു വാച്ച് കൊണ്ടുവന്നാൽ അതിന് 2 റുപ്യ കിട്ടുക. 2 റുപ്യ കിട്ടുക. അപ്പൊ 100 വാച്ചിന് എത്ര? 200 റുപ്യ. അന്നത്തെ കാലത്ത് 25 റുപ്യ ഉണ്ടെങ്കിൽ ഒരു മാസം കഴിയും. അതാ അതിന്റെ കണക്ക്. 25 റുപ്യന്റെ പുരയിൽ ഒരു മാസം ജീവിക്കണമെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ അന്ന് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കും നല്ലൊരു പൈസയാവും. നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും. അപ്പൊ ഉമ്മക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങോട്ട് കൊണ്ടുവരും. സിഗരറ്റ് വാങ്ങിക്കൊണ്ടുപോകും. 555 വേറെ സിഗരറ്റ് അതുകൂടെ കൊണ്ടുപോയിട്ട് കൊടുക്കും. അവിടെ 50 പൈസക്കായിരുന്നു. ഇവിടെ 2 റുപ്യ കിട്ടും ഒന്നിന്. അവിടെ 50 പൈസക്ക് വാങ്ങി 2 റുപ്യ കിട്ടും. അപ്പൊ ഈ ബോട്ടില് ഒക്കെ അറേഞ്ച് ചെയ്യാൻ വരെയല്ലേ യൂസുഫ് പട്ടേൽ ഓരൊക്കെ? ഇല്ല, ഞങ്ങളാണ് അറേഞ്ച്മെന്റ് ചെയ്യുക. അവര് കൂടെ നിന്നിട്ട് ഓക്കി തരും. 200 കിലോമീറ്ററിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും മാലിറങ്ങുന്ന ടൈമിൽ. ആ കാലത്ത് അത് ഫോണൊന്നുമല്ല ഉപയോഗിക്കാം. അന്ന് 400 റുപ്യ ഓക്കി ടോക്കി. അത് ശരി. അങ്ങനെ നിങ്ങൾ വരും. പിന്നെ ഏത് ഭാഗത്തങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു? അധികം ഉണ്ടാവുക ദമ്മന്, ബോരോച്ച്, പിന്നെ ഇങ്ങനത്തെ സൂറത്ത്, ഇങ്ങനത്തെ സ്ഥലത്താണ് മാലിറങ്ങുക. ഇവിടെ ഇന്ത്യയിൽ. അങ്ങനെ അവിടുത്തെ ഏറ്റവും വലിയ പേര് കേട്ട സ്മഗ്ലറാണ് സുക്കർ നാരായൺ ബക്കിയ. ദമ്മന്റെ സുക്കർ നാരായൺ ബക്കിയ അത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് സ്മഗ്ലർ അയാളായിരുന്നു. നമ്മളീ പറയുന്ന കരീം ദാദാ ഗ്രേറ്റസ്റ്റ് സ്മഗ്ലർ സുക്കർ നാരായൺ ബക്കിയ. മൂപ്പര് ഏത് നാട്ടുകാരനായിരുന്നു? ദമ്മന്. ദമ്മൻ എന്ന് പറഞ്ഞാല് ഗോവ ദമ്മൻ ഡ്യൂ ആയിരുന്നു അന്ന് ദമ്മൻ പോർച്ചുഗീസിന്റെ ടൈം. 1962 ദമ്മൻ ആജാദായത്. ഓരോ കയ്യിലായിരുന്നു ആ സമയത്ത്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അത് ഓരോ കയ്യിൽ തന്നെ കയ്യിലായിരുന്നു. അവിടെയാണ് സ്മഗ്ലിംഗ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ എത്തുന്നതിന്റെ മുന്നേ കോടിക്കണക്കിനുള്ള സ്മഗ്ലിംഗ് അവിടെ നടന്നുകൊണ്ടുണ്ടായിരുന്നു. ശരി. അങ്ങനെയുള്ള കാലഘട്ടം. ശരി. അങ്ങനെ ആ ആളായിരുന്നു അന്നത്തെ ആളില്ല. അയാൾക്ക് ഗുണ്ടായിസ് ഉണ്ടായിരുന്നു? ഇല്ല, ഗുണ്ടായിസ് ഒന്നും ഇല്ല. അയാള് ബിസിനസ് മേൻ ആരും ഗുണ്ടായിസ് കാട്ടില്ല. ഗുണ്ടായിസ് അല്ലല്ലേ ശരിക്കും? എന്താ പിന്നെ നമ്മള് ദാദാഗിരി എന്ന് പറഞ്ഞാൽ ഈ മാല് കൊടുത്തിട്ട് പൈസ കിട്ടിയിട്ടില്ല. അവിടെ പോയപ്പം അടിപിടി, പിന്നെ കുടിച്ചിട്ട് അടിപിടി ഇതെല്ലാം ഉണ്ടാവും. അന്ന് ബൊംബെയിൽ ചാരായൊന്നും കിട്ടൂല. ഗോവയിൽ ചാരായം വന്നിട്ടാണ് വിൽക്കൽ കരീംദാദിന്റെ ആൾക്കാർ. അത് ബബ്ലഷേട്ട് മൂപ്പർദാറിന്റെ ചാരായത്തിന്റെ കച്ചവടം. അങ്ങനെയാണ് അന്നത്തെ ചായ. ഈ മൊത്തം നിങ്ങൾ ഈ പരിചയപ്പെട്ട ഈ മുതലിയാർ, പിന്നെ കരീംലാല, പിന്നെ അതേപോലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഹാജി മസ്താന്, ഈ ആൾക്കാരിലൊക്കെ ഏറ്റവും നിങ്ങൾക്ക് പരിചയപ്പെട്ടതിൽ ഏറ്റവും നല്ല ആളാരായിരുന്നു? നല്ല ധർമ്മിഷ്ഠൻ എന്ന് പറഞ്ഞാൽ മസ്താൻ ഭായി ആയിരുന്നു. പിന്നെ സുക്കർ നാരായൺ ബക്കിയ, പിന്നെ ലല്ലു ജോഗിയെല്ലാം കുരുത്തക്കെട്ട ആളായിരുന്നു. ആ പ്രായത്തിൽ ആ കാലത്ത് നിങ്ങൾക്ക് ഒരു 10-20-25 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പോഴേക്ക്? ഞാൻ 16-17 വയസ്സിൽ ഈ കച്ചവടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ അങ്ങനെ 10-30 വയസ്സ് വരെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സ്വന്തം കാറ്, ബോഡി കാറ്, സ്വന്തം വണ്ടി, ടെലിഫോൺ, പിൻഫോൺ എല്ലാം അന്ന് എൻ്റെ അടുക്ക് ഉണ്ടായിരുന്നു. അന്ന് വീട് ഫർണിച്ചർ, രാജാവ് മാതിരി ഞാൻ അന്ന് ജീവിച്ചു. 25 റുപ്യ. പോലീസ് ഇങ്ങനത്തെ കാര്യങ്ങൾ, പോലീസ് വിലീസിനെല്ലാം ഞങ്ങൾ പിടിച്ച് തെങ്ങിന്റെ മേലെ കെട്ടിയിട്ട് മാലിറക്കും. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതാണ് പോലീസുകാർക്ക് പൈസ വേണം. ആരെങ്കിലും മലയാളി ഉണ്ടായിരുന്നു നിങ്ങളെ കൂടുതൽ ഈ കളിയിലൊക്കെ? മലയാളിയായിട്ട് ഏറ്റവും അടുത്ത സുഹൃത്ത് മലയാളിയായിട്ട്
കുറേ കാലം കഴിഞ്ഞിട്ട് സൂപ്പി ഇബ്രാഹിമിൻ്റെ ഒരു പണിയെടുത്തേക്ക് കാസർഗോഡ്. പിന്നെ കലക്ടർ രാജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു സൂപ്പിയിൽ. അവരെല്ലായിട്ട് ഞാൻ പിന്നെ പരിചയപ്പെട്ടു. ശരിക്കും നിങ്ങൾ ആ പ്രായങ്ങളിൽ തുടക്കത്തിലുള്ള പരിചയം ഫ്രണ്ട്സ് പോയിന്റ് ആരെങ്കിലും ഉണ്ടായിരുന്നു? അത്രയും അടുത്ത സുഹൃത്ത് ഇപ്പൊ ആരുമില്ല. ഇപ്പൊ ഒരുവിധ ആളുകളും അന്ന് മലയാളത്തിൽ ആരുമില്ലായിരുന്നു. ഏത് നാട്ടുകാരെ? അന്ന് ഒരു ഇബ്രാഹിം ഷേട്ട് എക്സലേഷ് സിനിമ ചെയ്ത ഇബ്രാഹിം ഷേട്ട് ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഞങ്ങളത് മാതിരി വന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ബോട്ട് വന്നു കഴിഞ്ഞാൽ ഇറക്കിക്കൊണ്ടിരുന്ന പാർട്ടിക്കാരെ. അവരാണ് എക്സലൈസ് സിനിമ തിയേറ്ററിൽ അവരാണ് സെൻറ്റർ 50 പൈസക്കാരൊക്കെ അവരല്ലേ. ശരി. അന്നൊരു പിക്ചറിൽ ഉണ്ടാക്കുന്ന 2 ധനവാൻ പിക്ചർ ഉണ്ടാക്കിയതായിരുന്നു മസ്താൻ ഭായ്. 2 ലക്ഷം റുപ്യക്കാ മുഴുവൻ പിക്ചർ ഉണ്ടാക്കി. സിനിമയോ? സിനിമ അന്നേ എടുക്കലുണ്ട്. 2 ലക്ഷം റുപ്യ ഒരു സിനിമ ഉണ്ടാക്കാൻ ചെലവായിരുന്നു അന്ന്. അതെ, അന്ന് അത് ആരേനും? അത് മസ്താൻ ഭായ് ആയിരുന്നു അതിന്റെ ആള്. ശരി. അഭിനയിച്ചത് രാജേഷ് ഖന്നയായിരുന്നു. അത് ശരി. അന്നേ സിനിമാ ഫീൽഡുമായിട്ട് ബന്ധമുണ്ടല്ലേ ഇവർക്ക്? സിനിമാ ഫീൽഡായിട്ട് ഞാൻ അന്ന് നല്ല ബന്ധമുണ്ട്. ഞാൻ ഒരുവിധ സിനിമാ ഫീൽഡിൽ ഒരുവിധ ആൾക്കാരെ അറിയും അന്ന്. അതുകൊണ്ട് അത് ഇന്നും അറിയൂ, അന്നും അറിയൂ, ഇന്നും അറിയും. ശരി. അന്നപ്പോ എന്തെങ്കിലും ഇതേപോലെ പൈസ കിട്ടാനുള്ള സ്ഥലം അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നമ്മളൊക്കെ കേട്ടിട്ടുള്ള നമ്മൾ ഈ ആര്യൻ സിനിമയിൽ കണ്ട പോലത്തെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ഒക്കെ ഉള്ളത് തന്നെയാണോ? സിനിമേനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. പൈസ തന്നിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വയക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത് പോലീസും കാര്യങ്ങളൊന്നും ഇടപെടാനില്ല. പോലീസ് എല്ലാം മാനേജ്മെന്റ് ചെയ്തോളൂ. മാനേജ്മെന്റ് ചെയ്യും. അത് എല്ലാ സ്ഥലത്തും നടക്കുന്ന സംഗതിയാണ്. ആരും ഇടപെടൂല. കാരണം ഒരാളൊന്ന് വാങ്ങിയാൽ കൊടുക്കണമല്ലോ. അന്നത്തെ ടൈമിൽ വായിലെ നാവിനാ വില, പൈസക്കല്ല വില. പൈസ നാളെ തരാന്ന് പറഞ്ഞാൽ നാളെ കിട്ടും. കോടികളായാലും ലക്ഷങ്ങളായാലും. അന്നൊരു ബിസ്ക്കറ്റിന് 7000 റുപ്യ വിലയുള്ളായിരുന്നു. ഞാൻ കച്ചവടം ചെയ്തിട്ട് ഒരു ബിസ്ക്കറ്റ് 10 തോല ബിസ്ക്കറ്റ് സ്വർണത്തിന്. ഒരു റാഡോ വാച്ച് എന്ന് വെച്ചാൽ 2000-3000 റുപ്യൻ്റെതായിരുന്നു. പിന്നെ ജിഞ്ചർ വന്നത് 6000 റുപ്യക്കായിരുന്നു. പിന്നെ ക്രിസ്റ്റൽ വാച്ച് വന്നു, പിന്നെ ഒറിൻഡൻ വാച്ച് വന്ന്, സിറ്റിസൺ വന്ന്. ഇതെല്ലാം 200-250 റുപ്യൻ്റെ വാച്ചായിരുന്നു. ഇന്നിത് 5-20,000. ഇപ്പം ഞാൻ കെട്ടിയ വാച്ചിന് ഇന്ന് 1 ലക്ഷം റുപ്യയായി. അത് 4000 റുപ്യക്കാണ് ഞാൻ വാങ്ങിയത്. അതിൻ്റെ മുന്നേ 2000 റുപ്യൻ്റെ വാച്ച് കെട്ടിനായിരുന്നു. 4000 റുപ്യൻ്റെ വാച്ച്. അത് അന്ന് കെട്ടൽ റാഡോ തന്നെ. സിഗരറ്റ് വലിക്കൽ 555. കൂടാതെ ഇന്ന് രാംഭായ് ഈ രീതിയിൽ കോണ്ടാക്ട്സും കാര്യങ്ങളും എല്ലാം ഡൽഹിയിലുള്ള കോണ്ടാക്ട്സൊക്കെ വരാനുണ്ടായ ഒരു പ്രധാന കാരണം ഹർഷദ് മേത്തയുടെ കാലഘട്ടത്തിൽ, കുംഭകോണത്തിൻ്റെ ബോംബെയിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഹർഷദ് മേത്തയായിട്ടുള്ള ബന്ധം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വെളിപ്പെടുത്തലുകളാണ് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്.